പണ്ട് പണ്ട് വലിയൊരു പടുകൂറ്റൻ മരത്തിന് ചുവട്ടിൽ ഒരു കുഞ്ഞനുറുമ്പും കുടുംബവും താമസിച്ചിരുന്നു. കുഞ്ഞനുറുമ്പ് ഭയങ്കര സാമർത്ഥ്യക്കാരനായിരുന്നു കേട്ടോ. എല്ലാ കാര്യങ്ങളിലും അവൻ പോയി തലയിടും. ഒരു ദിവസം അച്ഛനും അമ്മയും തീറ്റ തേടി പോയ സമയം കുഞ്ഞനുറുമ്പ് പതുക്കെ പുറത്തിറങ്ങി. അവന് മരത്തിൻ്റെ മുകളിൽ കയറാനൊരു മോഹം. അച്ഛനും അമ്മയും വരുമ്പോഴേക്കും പെട്ടെന്ന് മരത്തിൽ കയറിയിറങ്ങാം. അങ്ങനെ അവൻ മരത്തിനു മുകളിലേക്ക് കയറാൻ തുടങ്ങി. ചില്ലകളിലൂടെ നടന്നു നടന്ന് അവൻ ഒരുപാട് ഉയരത്തിലെത്തി കേട്ടോ. ദൂരെ അവൻ ഇതുവരെ കാണാത്ത മലകളും കുന്നുകളും മഴവില്ലും ആകാശത്തിലൂടെ പറക്കുന്ന കിളികളും അങ്ങനെ ഇതുവരെ കാണാത്ത എല്ലാ കാഴ്ചകളും അവൻ കണ്ടു. അങ്ങനെ കുഞ്ഞനുറുമ്പ് പതുക്കെ താഴേക്കു നോക്കി. താഴെ ഒരു വലിയ കുളം. അയ്യോ, തല ചുറ്റുന്നു. ഉറുമ്പിന് പേടിയായി. പേടിച്ചു വിറച്ച് കാലിടറി അവൻ താഴേക്കു വീണു. അമ്മേ, രക്ഷിക്കണേ എന്നും പറഞ്ഞ് അവൻ വെള്ളത്തിലേക്ക് വീണു. വെള്ളത്തിൽ മുങ്ങിയും താണും ഉറക്കെ കരയാൻ തുടങ്ങി. മരത്തിനു മുകളിൽ ഒരു വെള്ളരിപ്രാവ് ഇത് എല്ലാം കാണുന്നുണ്ടായിരുന്നു. അവൾ ദയ തോന്നി ഒരു ഇല കൊത്തിയെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്തു. ഇതു കണ്ട ഉറുമ്പ് പരിശ്രമിച്ചു നീന്തി ഇലയിൽ പിടിച്ചു കയറിയിരുന്നു. അങ്ങനെ ഇലയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് ഉറുമ്പ് കരയുടെ അടുത്തേക്ക് എത്തിച്ചേർന്നു. തൻ്റെ ജീവൻ രക്ഷിച്ച പ്രാവിനോട് അവൻ നന്ദി പറഞ്ഞു. അങ്ങനെ അവർ ഉറ്റ സുഹൃത്തുക്കളായി മാറി കേട്ടോ. ഒരു ദിവസം ഒരു വേടൻ കാട്ടിലിറങ്ങി. എല്ലാ മൃഗങ്ങളെയും പക്ഷികളെയും വേടൻ പിടിച്ചു ഭക്ഷിക്കാൻ തുടങ്ങി. ഒരു ദിവസം വേടൻ മരത്തിന് അരികിൽ എത്തിച്ചേർന്നു കേട്ടോ. അങ്ങനെ മരത്തിൻ്റെ മുകളിലുള്ള പ്രാവിനെ വേടൻ കണ്ടു. വേടൻ പ്രാവിനെ പിടിക്കാൻ വേണ്ടി ഉന്നം വെച്ചു. അതിശയമെന്ന് പറയട്ടെ, ഈ കാഴ്ച നമ്മുടെ കുഞ്ഞനുറുമ്പ് കാണാനിടയായി. ക്ഷണനേരം കൊണ്ട് ഉറുമ്പ് ഓടി വേടൻ അരികിലെത്തി. എന്നിട്ട് എന്താണ് ചെയ്തതെന്നറിയാമോ കൂട്ടുകാരെ? വേടൻ്റെ കാലിൽ വലിഞ്ഞു കയറി നല്ലൊരു കടി കൊടുത്തു. ഉറുമ്പിൻ്റെ കടി കൊണ്ട വേടൻ്റെ ഉന്നം തെറ്റിപ്പോയി. പെട്ടെന്ന് പ്രാവ് ശബ്ദം കേട്ട് അവിടെ നിന്നും രക്ഷപ്പെട്ട് പറന്നുപോയി. ഉറുമ്പിൻ്റെ കടിയേറ്റ വേടൻ അവിടെ നിന്നും ഓടിപ്പോയി. ഈ കഥയിൽ നിന്നും എന്താണ് മനസ്സിലായത് കൂട്ടുകാരെ? നമ്മളെ സഹായിക്കുന്ന കൂട്ടുകാരെ നമ്മൾ തിരിച്ചും സഹായിച്ചിരിക്കണം. പരസ്പരമുള്ള സഹായത്തിലൂടെ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ.